ഇസ്രായേൽ അമേരിക്ക നേരിട്ട് ഈ ലെബനനിലും അതേപോലെ തന്നെ സിറിയയിലും ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇറാൻ ഒറ്റപ്പെട്ടു പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേൽ ഭയങ്കര ഡോമിനേറ്റഡ് പവറായിട്ട് മാറാൻ പോവുകയാണ്. ഒന്നാമത് വലിയൊരു സൈനിക ശക്തി, പിന്നെ രാജ്യത്തിൻ്റെ കേപ്പബിലിറ്റി, എക്കണോമിക് സ്റ്റെബിലിറ്റി. ലോകത്തുള്ള പല ജൂയിഷ് കമ്മ്യൂണിറ്റി ഉള്ളവരും ഇതേപോലെ അമേരിക്ക ആണെങ്കിലും മറ്റു പല രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ബേസ് എന്ന് പറയുന്നത് ഇസ്രായേലിലെ ചെറിയ സംഭവം ഒരു വലിയ രാജ്യമായിട്ട് അങ്ങ് മാറുവാണ്. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യയിൽ ഇസ്രായേൽ ഒരു അമേരിക്ക പോലും സൂപ്പർ ഡൂപ്പർ പവറായിട്ടങ്ങ് മാറും. അതോടുകൂടി മനസ്സിലാക്കുക, ഈ ടെററിസം, ഇസ്ലാമിക ടെററിസം എന്ന് പറയുന്ന സാധനത്തിന് അന്ത്യം കുറിക്കുകയാണ്. ഇതൊരു നല്ല മാറ്റമാണ്. ബേസിക്കലി എത്രയോ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഷിയ സുന്നി അടി, അതിനുശേഷം സുന്നിക്കകത്തടി, IS അങ്ങനെയുള്ള തീവ്രവാദ സംഘങ്ങൾ ഒരു ഭാഗത്ത് ഇറാൻ ഇറാഖും അടി, യമനിലടി. കാരണം അടിച്ചടിച്ച് ഇവർ എവിടെ ആർക്ക് വേണ്ടി ചെയ്യുന്നു ആർക്കും അറിയത്തില്ല. ഇത് സെയിമാണ് അഫ്ഗാനിസ്ഥാനിലും ഉണ്ടാകുന്നത്. അത് ഇസ്രായേൽ അവിടെ ഡോമിനേറ്റ് പവറായിട്ട് ഈ രാജ്യങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സാധനം എന്നേക്കുമായിട്ട് ഇതൊക്കെ തീർന്നു പോകും. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സ് മുഴുവനും ഈ ഹമാസ് ഒക്ടോബർ 8-ാം തീയതി ഇസ്രായേലിനെ അടിച്ചു കഴിഞ്ഞപ്പോൾ എവിടുന്നൊക്കെയാണ് ചേഞ്ച് ആകുന്നതെന്ന് മനസ്സിലാക്കുക. മുഴുവനും ചേഞ്ചായി. ഏറ്റവും വലിയ പവർഫുൾ രാജ്യമായിട്ട് ഇസ്രായേൽ മാറി. അതിൻ്റെ ഓരോ ലക്ഷണമാണ് ഇപ്പം സിറിയയിലെ ഡെവലപ്മെൻറ്റ്, പിന്നീടുണ്ടായ ഡെവലപ്മെൻറ്റ്, പിന്നീട് റിട്ടാലിയേഷൻ ഉണ്ടായത്. സിറിയ തന്നെ 2-3 പാർട്ടായിട്ട് പോകുന്നു. സോ ഇറ്റ് ഈസ് ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഓരോ മൂവ്മെൻറ്റുകൾ നടക്കുന്നത്.